എന്താണ് ഒരു ക്രിസ്ത്യാനിയുടെ പാരമ്പര്യം? ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെ വിലയിരുത്തുക. എന്തായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ പാരമ്പര്യം? പ്രിയപ്പെട്ടവരെ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിൻ്റെ അനുയായി. ഇന്നു മുതൽ പുറകോട്ട് പാരമ്പര്യങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ അതെല്ലാം വന്നെത്തി നിൽക്കുന്നത് ക്രിസ്തുവിലാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നാം ചേർത്ത് പിടിക്കേണ്ട പാരമ്പര്യം, നാം ചേർത്ത് പിടിക്കേണ്ട ശീലങ്ങൾ, മാതൃക ക്രിസ്തുവിൻ്റേതാണ്. പിന്നെയും പുറകോട്ട് നാം എത്തി നോക്കിയാൽ, പിതാക്കന്മാരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, അത് വീണ്ടും എത്തി നിൽക്കാൻ പോകുന്നത് അബ്രഹാമിലാണ്. അങ്ങനെയെങ്കിൽ അബ്രഹാം ചേർത്തു പിടിച്ച ശീലങ്ങൾ, അബ്രഹാം കാണിച്ചു തന്ന മാതൃക എന്തായിരുന്നു എന്ന് നാം വിലയിരുത്തണം. അബ്രഹാമിൽ നിന്ന് തുടങ്ങിയാൽ അബ്രഹാമിനൊരു പാരമ്പര്യമുണ്ട്, ഒരു ശീലമുണ്ട്. നീ നിന്റെ ദേശത്തെയും നിന്റെ പിതൃഭവനത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന ദൈവശബ്ദത്തോട് വളരെ വേഗം പ്രതികരിക്കുന്ന ഒരു ശീലം. അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ ദൈവവചനത്തെ ബഹുമാനിക്കുന്ന, വചനത്തോട് പ്രതികരിക്കുന്ന ഒരു പാരമ്പര്യം, ഒരു ശീലം, ഒരു മാതൃക, അതാണ് അബ്രഹാമിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ നായകനായ ക്രിസ്തുവിലേക്ക് നാം നോക്കിയാൽ എന്ത് ശീലമാണ് നമുക്ക് ഒപ്പിയെടുക്കാനുള്ളത്? പിതാവ് എന്തു പറഞ്ഞോ അത് അതേപടി നിവർത്തിക്കുക, ദൈവത്തിൻ്റെ ശബ്ദത്തിന് പ്രതികരിക്കുക. യേശു പറഞ്ഞ വാക്കുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പ്രമാണിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം യേശുവിൻ്റെ വചനങ്ങളിലേക്കും യേശുവിൻ്റെ കൽപ്പനകളിലേക്കും നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നുണ്ട്? അല്ലെങ്കിൽ അതനുസരിക്കുന്നതിൽ നിങ്ങൾ എത്രത്തോളം ഉത്സാഹമുള്ളവരാണ്? ഏത് പാരമ്പര്യത്തിലാണ് നിങ്ങൾ ഊറ്റം കൊള്ളുന്നത്? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഇടേണ്ടത് ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയിലാണ്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് നമുക്കെല്ലാവർക്കും വേണ്ടി ക്രൂശിൽ മരിച്ചു, നമ്മുടെ പാപങ്ങളെ ചുമന്നു. താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ സകല ജാതികളോടും സുവിശേഷം പറയണം. അത് ശിഷ്യന് കൊടുത്ത കൽപ്പനയാണ്. എല്ലാവരോടും പറയണം. കാരണം യേശു ലോക രക്ഷകനാണ്, ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല. സകല ജാതികളോടും പറയണം. നിങ്ങളത് പറയുന്നവരാണോ? വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. യേശുക്രിസ്തു രക്ഷകനാണെന്ന് ഒരുവൻ വിശ്വസിച്ചാൽ അവനെ സ്നാനം കഴിപ്പിക്കണം. ഇതാണ് ക്രിസ്തു നമുക്ക് പകർന്നു തന്ന വചനം, കൽപ്പന. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്രത്തോളം ഇത് ഫോളോ ചെയ്യുന്നുണ്ട്? നിങ്ങൾ വാസ്തവമായും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ?
അങ്ങനെയെങ്കിൽ വിശ്വാസത്തിൻ്റെ അനുസരണമായ സ്നാനം നിങ്ങൾ വിശ്വസിച്ചതിന് ശേഷം സ്വീകരിച്ചിട്ടുണ്ടോ? അതിനു മുൻപ് നിങ്ങൾക്കൊരു മാനസാന്തര അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ വചനങ്ങളാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? അല്ല. മറിച്ചാണെങ്കിൽ ആ പാരമ്പര്യം നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? ക്രിസ്തു നൽകാത്ത ഒരു പാരമ്പര്യം, ക്രിസ്തു കാണിക്കാത്തൊരു മാതൃക നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ മാതൃക, ആ പാരമ്പര്യം നിങ്ങളെ നിത്യതയിലെത്തിക്കുമോ? യേശു പറഞ്ഞു, എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ പാറമേൽ ആഴക്കുഴിച്ച് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നാം നിത്യതയിലെത്തും. നിത്യതയിലെത്താതെ വണ്ണം യേശുവിൻ്റെ കൽപ്പനകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാതെ വണ്ണം നിങ്ങളെ പിന്തിരിപ്പിക്കുന്നത് ആരാണ്? നിങ്ങളെ വഴിതിരിക്കുന്നത് എന്താണ്? വിലയിരുത്തുക, വചനത്തെ തിരിച്ചറിയുക, പ്രതികരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.